നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം, അർബുദത്തെ എങ്ങനെ നേരിടാം, പ്രതിരോധിക്കാം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെയും റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ AS അൻസാർ സുഹാദ് സേട്ടാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ലോക ക്യാൻസർ ദിനത്തിൻ്റെ ഈ വർഷത്തെ സന്ദേശം എന്താണെന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫിൽ ദ ഗ്യാപ്പ് എന്നുള്ളതാണ്. അതായത് ക്യാൻസർ പരിചരണ രംഗത്ത് എന്തൊക്കെ പോരായ്മകളുണ്ടോ, അപാകതകളുണ്ടോ, അത് കൂട്ടായ്മയിലൂടെ കൂട്ടായ പ്രയത്നത്തിലൂടെ പരിഹരിക്കുക, അത് നികത്തുക, പരസ്പരം സഹകരിച്ച് ക്യാൻസറിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കുക എന്നൊരു സന്ദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ക്യാൻസർ പരിചരണം അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും പ്രാരംഭ ദശയിലുള്ള ക്യാൻസർ രോഗനിർണയം, നേരത്തെയുള്ള ക്യാൻസർ ചികിത്സ, അതുതന്നെ റേഡിയേഷനും കീമോതെറാപ്പിയും സാന്ത്വന ചികിത്സയും അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള സർജറിയും ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ. അപ്പോൾ ആ ചികിത്സാ രീതികൾ സ്വാഭാവികമായിട്ടും നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും സ്വകാര്യ തലത്തിലാണെങ്കിലും കുറേയൊക്കെ ആസൂത്രണ പിഴവുകളും വിടവുകളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതൊക്കെ നികത്തി ക്യാൻസറിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കി ഏതാണ്ട് 60% ക്യാൻസറുകളും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണെന്നാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രാരംഭ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ഒരു തീം കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ ഈ തീം വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരിലും ആദ്യം ഒരു ഭയമുണ്ടാകും. ആ ഭയം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ക്യാൻസറിനൊരു പ്രത്യേക ഒരു കാരണം പൂർണ്ണമായിട്ടും അങ്ങനെ വിവക്ഷിതമായിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള അസുഖങ്ങളെ മോഡേൺ മെഡിസിൻ മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് പല ഘടകങ്ങൾ ചേർന്നാണ് ഒരു അസുഖമുണ്ടാകുന്നുള്ളത്. അതിനകത്ത് പ്രധാനമായും ഏജ്, അതായത് അഡ്വാൻസ്ഡ് ഏജ്, പ്രായം കൂടുന്തോറും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. സെക്സ്, അതായത് പുരുഷൻ സ്ത്രീ എന്നുള്ളതിൽ പുരുഷനാണ് കൂടുതലായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ. കാരണം എത്രയൊക്കെ നമ്മൾ ആധുനികത പറഞ്ഞാലും പരിഷ്കാരം പറഞ്ഞാലും കൂടുതലായി സമൂഹത്തിൽ മിങ്കിൾ ചെയ്യുന്നതും അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ പെട്ടെന്നായി പോകുന്നതും പുരുഷനായതുകൊണ്ട് പുരുഷന് കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷനുമായിട്ടുള്ള നിരന്തര സമ്പർക്കം ക്യാൻസറിന് കാരണമാകുമെന്നും തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, വർഷങ്ങൾ കൊണ്ടുള്ള നിരന്തര സമ്പർക്കം, ഉദാഹരണത്തിന് കീടനാശിനികളും കളനാശിനികളുമായിട്ട്, അതുപോലെ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന അതിൻ്റെ ഗുണം നിലനിർത്താൻ അല്ലെങ്കിൽ മണം നിലനിർത്താൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വാദ് നിലനിർത്താൻ വേണ്ടി ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ്, അതൊക്കെ ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കളാണ്. പിന്നെ നമ്മുടെ ജീവിതശൈലി, പരമ്പരാഗത ജീവിതശൈലിയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലോട്ടൊക്കെ പോകുമ്പോൾ പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില വൈറസ് ഉദാഹരണത്തിന് വൈറസ് ബാധകൾ, അതായത് നമ്മുടെ പാപ്പിലോമ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ശരീരത്തിൽ അരിമ്പാറ പോലെ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ വൈറസുകളുണ്ട്. ആ വൈറസുകളൊക്കെ ഗർഭാശയഗള ക്യാൻസറിന് ഇടവരുത്തുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ എപ്സ്റ്റീൻ ബാർ വൈറസ്, ചെറിയൊരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെ വരുന്ന, കഴലവീക്കം പോലെ വരുന്ന ഒരു അസുഖത്തിൽ കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്നത് ലിംഫോമ, നോൺ ഹോട്ട്കിൻസ് ലിംഫോമ, അതുപോലെ തന്നെ നേസോഫെറിഞ്ചൽ കാർസിനോമ എന്ന ക്യാൻസറുകൾക്ക് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില ജനിതക ഘടകങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ, അതായത് ശരീരത്തിനകത്ത് ഓങ്കോജീൻസ് എന്ന് പറയുന്ന ചില ഘടകങ്ങളുണ്ട്. അവയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ധർമ്മങ്ങൾ ശരീരത്തിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിൻ്റെ ഘടനാ വ്യതിയാനങ്ങൾ കുറേ കോശങ്ങളെ, അതിൻ്റെ വിഭജനശേഷിയെ വർദ്ധിപ്പിച്ച് ആ വിഭജനശേഷി ഒരു ആയി മാറുമ്പോൾ അത് ക്യാൻസറിൻ്റെ രൂപത്തിലേക്ക് ആയി തീരുന്നു. അങ്ങനെ ഓങ്കോജീൻ മ്യൂട്ടേഷൻസ്, പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ. പക്ഷേ എല്ലാ ക്യാൻസറുകളും പാരമ്പര്യ ഘടകം ഉള്ളതല്ല. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് മാറിൻ്റെ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ, അതായത് ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, അതായത് എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവയൊക്കെ പാരമ്പര്യ ഘടകമുള്ളതാണ്. അതുപോലെ തന്നെ
കുടലിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, അതും പാരമ്പര്യ ഘടകമുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതും പാരമ്പര്യ ഘടകമുള്ളതാണ്. പക്ഷേ ബാക്കി എല്ലാ ക്യാൻസറുകളൊന്നും പാരമ്പര്യ ഘടകമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ക്യാൻസറിന് പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ പുറമേയുള്ള ഒരാളിനെ അപേക്ഷിച്ച് 3 ഇരട്ടി സാധ്യത പാരമ്പര്യ ഘടകമുള്ള ഒരാളിന് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മോക്കിംഗ് ആണ്. കാരണം ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ ദുശീലങ്ങളും വരും. സ്മോക്കിങ്ങും ആൽക്കഹോളിസവും ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ്, എ ക്യാൻസർ സ്റ്റിക്ക് വിത്ത് ഫയർ അറ്റ് വൺ എൻഡ് ആൻഡ് ഫൂൾ അറ്റ് ദ അതർ എൻഡ് എന്നാണ്. അത് ഈ ഉള്ളിലേക്ക് എടുക്കുന്ന പുക ഏത് റൂട്ടിൽ കൂടിയൊക്കെ കടന്നു പോകുന്നോ ആ റൂട്ടിലെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ അതിനകത്ത് സിറോസിസ്, അതായത് കരൾ വീക്കമുണ്ടായിട്ട് കോശങ്ങൾ നശിച്ചിട്ട് ആ കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ വീണ്ടും ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചില നമ്മുടെ സ്വാഭാവിക പ്രതിരോധശേഷി തകരാറിലാക്കിയിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നില്ലെങ്കിലും കൂടുതൽ നീഡിൽസ്, അതായത് സൂചികൾ തമ്മിലുള്ള അതിൻ്റെ ഉപയോഗം കാരണം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, നിരന്തരമുണ്ടാകുന്ന മുറിവുകൾ, അവിടെ കോശങ്ങൾ നശിക്കുന്നു. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ ആ സ്ഥാനം സ്വീകരിക്കുന്നു. അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. നീഡിൽസ് ഷെയർ ചെയ്യുന്നവരിൽ മഞ്ഞക്കാമാല എന്നറിയപ്പെടുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു. അതൊരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്നൊരു വൈറസാണ്. ആ വൈറസ് കാർസിനോജനിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഘടകങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറയുമ്പോൾ ഡബിൾ ഹിറ്റ് തിയറി ഓഫ് നട്ട്സ് എന്നൊരു തിയറി ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഘടകം കൊണ്ട് നേരത്തെ തന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരാളിന് വേറെ ഘടകങ്ങളോട് വരുമ്പോൾ ഒരു ഉന്തിനൊരു തള്ളെന്ന് പറയുന്നത് പോലെ 2 ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിച്ച് അയാൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അതാണിപ്പോൾ ചവറ പോലത്തെ സ്ഥലങ്ങളിൽ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കൂടുതലാണ്. അപ്പോൾ അവിടെയുള്ളവർ ദുശീലങ്ങളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. കാരണം ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കാരണം അവർക്ക് നേരത്തെ തന്നെ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്കിൻ്റെ കൂടെ ഈ ദുശീലങ്ങൾ വഴിയുള്ള ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തന്നെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ക്യാൻസറിൻ്റെ റിസ്ക് കൂടി അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നു എന്ന് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ചില പഠനങ്ങൾ തന്നെ 1999-2000 നടന്ന പഠനത്തിൽ സ്റ്റൊമക് ക്യാൻസറും അതുപോലെ ഈസോഫാഗസ് ക്യാൻസറും അങ്ങനെ കൂടുതലായിട്ട് ഈ ചവറയുടെ അടുത്തുള്ള കരുനാഗപ്പള്ളിയിലും അതുപോലെ കുലശേഖരം താലൂക്കുകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, പാർവതി മഴുവന്നൂരിൽ നിന്നും. പാർവതി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഇത് ഈ അസുഖം ഏതിൽ എങ്ങനെ ഉത്ഭവിക്കുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഏത് ക്യാൻസറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? മൊത്തത്തിലുള്ള ഇത് ഇവിടെ തൊടയിലുണ്ട്, മാറിലുണ്ട്, വയറ്റിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇതില്. പിന്നെ സ്ത്രീകൾ യൂട്രസ് എടുത്ത് കളഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും വയറ്റിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ഒന്നും കൂടി പറയാം. അതായത് ആൾക്കാരുടെ വയസ്സ്, കൂടുതൽ വയസ്സുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യ ഘടകങ്ങളുണ്ട്. ശരീരത്തിനകത്തുള്ള ചില ജീനുകൾക്ക് വരുന്ന ഘടനാ വ്യതിയാനങ്ങൾ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ദുശീലങ്ങൾ കൊണ്ട് ക്യാൻസർ വരാം. അതായത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഡ്രഗ്സ് എന്ന് പറയുന്ന അത്തരം ശീലങ്ങൾ കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മാറിൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അതിൽ ആ ഹോർമോൺ ഇംബാലൻസ് ആണ് എൻ്റെ കാരണം എന്ന് പറയുന്നത്. അതായത് വണ്ണമുള്ള സ്ത്രീകളിൽ ആ കൊഴുപ്പിലാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്വീകരണികൾ. അതായത് ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിനെന്ന് പറഞ്ഞാൽ സ്ത്രീയാക്കുന്ന ഹോർമോൺസിൻ്റെ സ്വീകരണികൾ കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ്. അപ്പോൾ കൊഴുപ്പ് കൂടിയ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരും. അതാണ് അമിതവണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുവരുമെന്ന് പറയുന്നത്. പിന്നെ മാറിൻ്റെ ക്യാൻസറിനുള്ള വേറെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ചില നിർദോഷമായിട്ടുള്ള മുഴങ്ങൾ വർഷങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഫൈബ്രോ അഡിനോമ, സ്ക്ലിറോസിങ് അഡിനോസിസ്, അതുപോലെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന, ശാസ്ത്രീയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ അസുഖങ്ങളൊക്കെ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷൻ
നമ്മുടെ ശരീരത്തിൽ ജനിതക വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നിരന്തരം രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം, ഉദാഹരണത്തിന് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കീടനാശിനികൾ, കളനാശിനികൾ, അതുപോലെ ആഹാര വസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില വൈറസ് അണുബാധകൾ നേരത്തെ പറയേണ്ടായി, അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നൊക്കെയുള്ള ശാസ്ത്രീയ സംജ്ഞകൾ അറിയപ്പെടുന്ന വൈറസുകൾ, അതിൻ്റെ അണുബാധ പലപ്പോഴും ഇതുപോലെ ശരീരത്തിനകത്ത് ജനിതക വ്യതിയാനങ്ങൾ വരുത്തി ക്യാൻസർ ഉണ്ടാക്കുന്നെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല ഘടകങ്ങൾ ചേർന്നാണ് പലപ്പോഴും ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക കാരണം എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും വരുന്നത്. പ്രാരംഭ ദശയിലുള്ള ക്യാൻസർ രോഗനിർണയം ഇപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോലെയോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോലെയോ ഒരു കിറ്റ് കൊണ്ടുവന്ന് ഇയാൾക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ഒറ്റ ടെസ്റ്റ് കൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചില ട്യൂമർ മാർക്കറുകളുണ്ട്. ആ മാർക്കറുകൾ ചില പ്രത്യേക ക്യാൻസറുകളിൽ അതിൻ്റെ ലെവൽ കൂടും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ക്രീനിങ് ആയിട്ട് അത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് CEA, കാസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ, അത് വൻകുടലിൻ്റെ ക്യാൻസറിൽ സ്പെസിഫിക്കായിട്ട് കൂടുന്ന ഒരു ആൻറ്റിജനാണ്. അപ്പോൾ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൻകുടലിൻ്റെ ക്യാൻസറാണെന്ന് കണ്ടെത്താം. അതുപോലെ CA19-9 എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടീൻ, അത് പാൻക്രിയാസിൻ്റെ ക്യാൻസറിൽ അതിൻ്റെ അളവ് വളരെ കൂടും. അപ്പോൾ അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അളവിൽ ഒരു 100-ലൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ സൂചനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ട്യൂമർ മാർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രക്രിയകളിൽ കൂടിയാണ് നമ്മൾ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയവും നടത്തുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ അതിനു മുമ്പ് പറഞ്ഞു നിർത്തിയല്ലോ പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളെക്കുറിച്ച്. അത്തരം ഒരു പാരമ്പര്യം ഉണ്ടെന്ന് കരുതുന്നവർക്ക് അങ്ങനെയുള്ള ക്യാൻസറുകളെ പെട്ടെന്ന് കണ്ടെത്താൻ എന്തൊക്കെയായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പ്രധാനമായും 4 ക്യാൻസറുകളാണ് പാരമ്പര്യമായിട്ട് വരുന്നത്. അത് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ വൻകുടൽ ക്യാൻസർ, 5ാമത്തെ എണ്ണം കൊണ്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, അതായത് മാറിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് അമിതവണ്ണമുള്ള സ്ത്രീകളിൽ പാരമ്പര്യ ഘടകവും കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഡബിൾ ഹിറ്റ് തിയറി അനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ മാറിൽ കണ്ടുവരുന്ന ചെറിയ മുഴകൾ പോലും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന, അതായത് സ്വന്തമായുള്ള സ്ഥലങ്ങളുടെ പരിശോധന, പീരീഡ്സ് കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് കൈപ്പത്തി വെച്ച് മാറിൽ എല്ലാ ഡയറക്ഷനിലും പരതി നോക്കുമ്പോൾ, കിടന്നും ഇരുന്നും നിന്നും പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും മുഴകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി സമീപിച്ച് ഫർദർ എന്തെങ്കിലും ചെക്കപ്പോ അല്ലെങ്കിൽ ഒരു കുത്തി പരിശോധന എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പ്രാരംഭദശയിൽ തന്നെ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട ഉചിതമായ കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ട ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം. അതുപോലെ തന്നെ പാരമ്പര്യ ഘടകമുള്ള ആൾക്കാരിൽ ഈ മാറിൻ്റെ ക്യാൻസറും ഗർഭാശയ ഗള ക്യാൻസറും അണ്ഡാശയ ക്യാൻസറും ഒരേപോലെ കണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടുവരാറുണ്ട്. കാരണം ഒരു ക്യാൻസർ ഉള്ളപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ബാക്കി 2 ക്യാൻസറുകളും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഫെമിലിയൽ ക്യാൻസർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ ഓവറി സിൻഡ്രോം, അതായത് ഇതിൻ്റെ മാറിൻ്റെ ക്യാൻസറും അണ്ഡാശയത്തിൻ്റെ ക്യാൻസറും ഒരു കുടുംബത്തിലെ കുറേ വ്യക്തികളിൽ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ മാറിൻ്റെ ക്യാൻസർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട്, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വയറ് വല്ലാണ്ട് വീർത്ത് വരുന്നു, അങ്ങനെയൊക്കെയുള്ള നീർക്കെട്ട് പോലെ വരുന്നു, നിരന്തരം നീർക്കെട്ട് വരുന്നു, നമ്മൾ അതിന് വേണ്ട ചികിത്സയൊക്കെ ചെയ്തിട്ട് നീർക്കെട്ട് മാറുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർ, പ്രത്യേകിച്ച് പാരമ്പര്യ ഘടകം കൂടെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അതിൻ്റെ സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. ഓവേറിയൻ ക്യാൻസറിന് ഒരു ട്യൂമർ മാർക്കറുണ്ട്, CA125 എന്നാണ് പറയുന്നത്. അതിന് 35 വരെ അതിൻ്റെ നോർമൽ വാല്യൂ ആണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത് ഒരു നിർദോഷമായിട്ടുള്ള മുഴയാകാം, ചിലപ്പോൾ അത് വളരെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസറസ് ആകാം. അപ്പോൾ കൂടുതൽ ചെക്കപ്പൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗർഭാശയ ക്യാൻസറിന് ഇത് തന്നെയാണ്. കാരണം നിരന്തരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ്, അല്ലെങ്കിൽ പെൽവിസ് ഇടുപ്പ് ഭാഗത്തുള്ള അണുബാധ, ഇടയ്ക്കിടയ്ക്ക് കുളിരും വരെയായിട്ടുള്ള പനി വരുന്നു, ഉള്ളിൽ നിന്ന് രക്തപ്രവാഹമോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ യോനീസ്രവം തന്നെ കുറച്ച് കളർ കൂടിയതോ അല്ലെങ്കിൽ തൈര് പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അണുബാധയുടെ അളവ് കൂടുതലാണെന്നാണ് അർത്ഥം. അങ്ങനെ നിരന്തര അണുബാധ ഉണ്ടാകുന്നവർ അങ്ങനെയുള്ളവരിലൊക്കെ ഈ ഗർഭാശയ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. ഗർഭാശയ ഗള ക്യാൻസർ വേറെയാണ്. കാരണം ഗർഭാശയ ഗള ക്യാൻസറിനുള്ള കാരണങ്ങളും അത് പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയത്തിന് അത് പ്രധാനപ്പെട്ട ഒരു ട്യൂമറായിട്ട് നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. 65 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും വരും. അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, മൂത്രം ഒഴിച്ചു പോകുമ്പോൾ അതിൻ്റെ പ്രവാഹം മുറിഞ്ഞു പോവുക, പിന്നെയും മൂത്രം ഒഴിക്കാൻ തോന്നുക, രാത്രി പിന്നെയും ഇറങ്ങിപ്പോയി മൂത്രം ഒഴിക്കേണ്ടി വരിക, തടസ്സം നേരിടുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ അതിന് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പക്കൂടിൽ നിന്നാണ് നമ്മൾ സാധാരണ ആദ്യം പ്രാഥമിക നിഗമനം അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയുള്ള പുരുഷന്മാരിൽ നമ്മൾ PSA എന്ന് പറയുന്ന ട്യൂമർ മാർക്കർ ചെയ്ത് നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് കണ്ടുവരുമ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രാരംഭ സൂചനകളാകാം. അതും പാരമ്പര്യ ഘടകമുള്ളതാണ്. കാരണം അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ പാരമ്പര്യത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ആളിന് വരാൻ സാധ്യത കൂടുതലാണ്. അമിത വണ്ണമുള്ള പുരുഷന്മാരിലാണ് പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കാണുന്നത്. കാരണം അതും ഒരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്, ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻസറാണ്. പിന്നെ വൻകുടലിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് പലപ്പോഴും ഓൾട്ടറേഷൻ ഓഫ് ബൗൾ ഹാബിറ്റ്സ്, അതായത് മുറുക്കം, മലശോധന, സാധാരണ ചിലർക്ക് ചില ശീലങ്ങളുണ്ടാകും, സ്ഥിരമായിട്ട് കട്ടിയായിട്ട് പോകുന്നവരുണ്ടാകും, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇളക്കം വരും. അതുപോലെ സ്ഥിരമായിട്ട് ഇളകിപ്പോകുന്നവരുണ്ടാകും, അങ്ങനെയുള്ളവർക്ക് മലബന്ധമുണ്ടാകും. പിന്നെ മലത്തിൽ കൂടി രക്തം പോവുക, പൈൽസ് എന്ന് പലപ്പോഴും ലേബൽ ചെയ്യപ്പെടുന്ന ചില അസുഖങ്ങൾ ചിലപ്പോൾ വൻകുടലിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്യാൻസറും പാരമ്പര്യ ഘടകം കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ വൻകുടലിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ മലാശയ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിന് വിധേയമാകേണ്ടതുണ്ട്. അതാണ് കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്നുള്ള ട്യൂമർ മാർക്കർ. ആ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്നുള്ള ട്യൂമർ മാർക്കർ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി, അതായത് കുഴലിറക്കിയുള്ള ഇതിൻ്റെ വൻകുടലിൻ്റെ ഭാഗത്തേക്ക് കുഴലിറക്കിയുള്ള പരിശോധന, ആ പരിശോധന ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള മുഴകളുണ്ടെങ്കിൽ ആ മുഴകളിൽ നിന്ന് ബയോപ്സി പരിശോധന എടുക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ CT സ്കാൻ എടുത്ത് നോക്കിയാലും, CT സ്കാനിന് കുറച്ച് റേഡിയേഷൻ റിസ്ക് ഉണ്ട്, എന്നാലും CT സ്കാൻ വിർച്വൽ കൊളോണോസ്കോപ്പി എന്ന് പറയും. ഒരു CT സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ കൊളോണോസ്കോപ്പിയിൽ എങ്ങനെ കാണുന്നോ അതേ രീതിയിൽ നമുക്ക് വൻകുടലിൻ്റെ ഉൾഭാഗം വ്യക്തമായി കാണാനാകും. അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള മുഴകളുണ്ടെങ്കിൽ ബയോപ്സി എടുക്കാൻ പറ്റും. ബയോപ്സിയിൽ കൂടെ അസുഖം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ആ ഭാഗം മുറിച്ച് മാറ്റി end-to-end അനസ്റ്റമോസിസ് അത് തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ ആൾ പൂർണ്ണമായും രോഗവിമുക്തി നേടുന്നതായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളാണ് വൻകുടലിൻ്റെ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ. പ്രാരംഭദശയിൽ തന്നെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്റ്റേജ് വരെ ഏതാണ്ട് കംപ്ലീറ്റ് ക്യൂറുള്ള ക്യാൻസറുകളിലൊന്നാണ് വൻകുടലിൻ്റെ ക്യാൻസർ. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ചെറുവാഞ്ചേരിയിൽ നിന്നും സുരേഷ് ബാബു. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സാറേ, ഈ തലയിൽ ചെറിയ ചെറിയ അരിമ്പാറകൾ ഇങ്ങനെ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ചെറിയ അരിമ്പാറകൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും സാർ, ക്യാൻസറുമായിട്ട്? അരിമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, അരിമ്പാറ പോലത്തെ ചെറിയ സാധനം കട്ടിയുള്ളതാണോ അതോ തൊടുമ്പോൾ മൃദുവായിട്ട് തോന്നുന്നതാണോ കട്ടിയുള്ളതാണോ? കട്ടി കുറഞ്ഞത്, ചെറുത്. കട്ടി കുറഞ്ഞതാണ്. അത് തൊടുമ്പോൾ നമ്മുടെ വിരലിൻ്റെ അടിയിൽ അത് സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ നമ്മുടെ കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന നിർദോഷമായിട്ടുള്ള മുഴകളായിട്ടുള്ള ലൈപ്പോമ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മുഴകളാകാനാണ് സാധ്യത. കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ടോ? കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള ആളാണോ? കൊളസ്ട്രോൾ ചെറുങ്ങനെ, അങ്ങനെ ഒരുപാടില്ലെങ്കിലും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം കുറച്ച് വ്യത്യാസമുള്ള ആൾക്കാരിൽ ശരീരത്തിൽ അവിടെ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ അതൊരു മുഴയുടെ രൂപത്തിലാവുകയും അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവുകയും ചെയ്യും. പക്ഷേ ഈ മുഴകളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതിയാകും. അതായത് ഏതെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷൻ, ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു വേദന പരിസരങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് അകത്തേക്ക് ആ മുഴ വളരുന്നതിൻ്റെ സൂചനകളാണ്. അങ്ങനെയാണെങ്കിൽ ആ മുഴ ഗൗരവമായിട്ട് എടുക്കുകയും ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ, ഒരു സർജനെ സമീപിച്ച് അത് എടുത്തു കളയുകയും അതിൻ്റെ പെത്തോളജി റിപ്പോർട്ട് കുഴപ്പമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നെ ഫോളോ അപ്പ് മാത്രം മതിയാകും. അപ്പോൾ ഈ കേട്ടിടത്തോളം താങ്കൾ പറയുന്ന ഈ മുഴകൾ പ്രശ്നമുള്ള മുഴകളാണെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ ഒരു നിരീക്ഷണം മതിയാകും. വ്യക്തമായെന്ന് കരുതുന്നു. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ക്യാൻസർ ചികിത്സയിലെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്നറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ചികിത്സാ മാർഗങ്ങൾ നൂതനമായിട്ടുള്ളത് എന്തെല്ലാമാണെന്നൊന്ന് വിശദമാക്കാമോ? ഒരു മുഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ലോജിക്കും കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ അത് എടുത്തു മാറ്റുക തന്നെയാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാരീതി. അതായത് വെനെവർ ആൻഡ് വേറെവർ പോസിബിൾ സർജറി ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ചോയ്സ്. ഇപ്പോൾ എൻ്റെ ഫീൽഡ് റേഡിയേഷൻ ഓങ്കോളജി ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു മുഴയുടെ അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ മാർഗ്ഗം അല്ലെങ്കിൽ ചികിത്സാ രീതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സർജറിയാണെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ആ സർജറി സാധ്യമാകണമെന്നില്ല, സാങ്കേതികമായി ആ സർജറി സാധ്യമാകണമെന്നില്ല. കാരണം വെച്ചാൽ ഉദാഹരണത്തിന് ഒരു മുഴ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴലുകളുടെ നടുക്കാണെന്ന് വെച്ചു. അപ്പോൾ അവിടെ നേരിട്ട് ഒരു ഓപ്പറേഷനുള്ള സാധ്യത കുറയും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ഇഞ്ചക്ഷൻ എടുത്തോ റേഡിയേഷൻ എടുത്തോ ആ മുഴയുടെ വലിപ്പം കുറച്ച് ശസ്ത്രക്രിയാ വിധത്തിന്, അതായത് സർജന് അത് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർജറിയിൽ തന്നെ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റിൻ്റെ ചികിത്സ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കൂടുതൽ വന്ന് അത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വന്നിട്ട് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ മണികൾ, അതായത് ടെസ്റ്റിസ് എടുത്ത് കളയുന്ന ബൈലാറ്ററൽ ഓർക്കിയെക്ടമി എന്നുള്ള ചികിത്സ ആണ്. പക്ഷേ എല്ലാവരും ആ ടെസ്റ്റിസ് എടുത്ത് കളയാൻ വേണ്ടി തയ്യാറാകില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ റാഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി അല്ലെങ്കിൽ ട്രാൻസ് യൂറീത്രൽ റിട്രോഗ്രേഡ് പ്രോസ്റ്ററ്റക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് അത് ഉപദേശിക്കാറുള്ളത്. പക്ഷേ ആ സർജറി തന്നെ റോബോട്ടിക് പ്രോസ്റ്ററ്റക്ടമി എന്നുള്ള, അതായത് യന്ത്രമനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ സഹായത്തോടു കൂടി പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് ഒരു യന്ത്രമനുഷ്യൻ നേരിട്ട് വന്ന് ശസ്ത്രക്രിയ ചെയ്യുകയല്ല ചെയ്യുന്നത്, റോബോട്ടിക് ആമാണ്. അതായത് ഒരു സർജൻ ആ റോബോട്ടിക് ആമിനെ നിയന്ത്രിച്ച് ആ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഏത് ഭാഗത്താണ് അത് ചെയ്യേണ്ടതെന്ന് പൂർണ്ണമായിട്ട് ആദ്യമേ തന്നെ CT സ്കാൻ്റെയും MRI സ്കാൻ്റെയും ആൻജിയോഗ്രാഫിൻ്റെയും സഹായത്തോടു കൂടി വിലയിരുത്തിയതിന് ശേഷം ആണ് ആ റോബോട്ടിക് ആം വെച്ചിട്ട് ആ സർജനാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി അതിന് പ്രിസിഷൻ ഉണ്ടാകും, ബ്ലീഡിങ് കുറവായിരിക്കും, കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മനുഷ്യസഹജമായിട്ടുള്ള മിസ്റ്റേക്സ് വരികയാണെങ്കിൽ ആ യന്ത്രമനുഷ്യന് നമ്മളെ വാൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും മനുഷ്യശക്തി ഇല്ലാതെ സാധ്യമാകില്ല. അപ്പോൾ അങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഇന്ത്യയിൽ നേരത്തെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കേരളത്തിലും വന്നു തുടങ്ങി. ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്റർ പോലത്തുള്ള സ്ഥലങ്ങളിൽ, അമൃതയിൽ, അങ്ങനെയുള്ള ഗവൺമെൻറ്റും പ്രൈവറ്റും സെൻറ്ററുകളിലൊക്കെ ഇത് വന്നു ചേർന്നിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ്റെ കാര്യമായിട്ട് പറയുമ്പോൾ. ഇനി റേഡിയേഷൻ്റെ കാര്യമായിട്ട് പറയുമ്പോൾ മുമ്പ് കോബോൾട്ട് മെഷീൻ, അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രീറ്റ്മെൻറ്റ് ഹെഡിൽ ഉറപ്പിച്ച് അതിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റേഡിയേഷനായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂമറിൻ്റെ മുകളിൽ റേഡിയേഷൻ ഏൽപ്പിക്കുമ്പോൾ ചുറ്റുമുള്ള നോർമലായിട്ടുള്ള അവയവങ്ങളിലേക്ക് റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൺവെൻഷണൽ കോബോൾട്ട് മെഷീൻ. അതേസമയത്ത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ലീനിയർ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്ന മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ ആ ടാർജറ്റ് വോളിയം, അതായത് അസുഖമുള്ള ഭാഗം അതിൻ്റെ 2 സെൻറ്റിമീറ്റർ മാർജിൻ, കാരണം ഒരു ക്യാൻസറിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ചുറ്റുമുള്ള ഭാഗത്തേക്കുള്ള സ്പ്രെഡിനുള്ള സാധ്യത കൂടിയ ഒരു മുഴയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2 സെൻറ്റിമീറ്റർ മാർജിന് ടാർജറ്റ് വോളിയം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം റേഡിയേഷൻ കിട്ടുക. സറൗണ്ടിങ് ഓർഗൻസ് അറ്റ് റിസ്ക് എന്ന് പറയുന്ന ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് കിട്ടുന്ന റേഡിയേഷൻ കുറയ്ക്കുക. അങ്ങനെയുള്ള ഒരു പ്രിസിഷനുള്ള മെഷീനുകളാണ് ലീനിയർ ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോ തെറാപ്പി, ഇമേജ് ഗൈഡഡ് റേഡിയോ തെറാപ്പി, സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ ബയോപ്സി, അതായത് ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് വെച്ചു, ആ ബ്രെയിൻ ട്യൂമർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യമായി ഇമേജസ് വെച്ച് കണ്ടുപിടിച്ച് ഒരു ഫ്രെയിം അറ്റാച്ച് ചെയ്ത് ഒരു ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് ആ ഓപ്പറേഷൻ്റെ ആ കത്തി വയ്ക്കുന്ന ആ സ്ഥാനത്ത് റേഡിയേഷൻ നൈഫ് വെച്ച്, ഗാമ നൈഫ് വെച്ചിട്ട് ആ മുഴയെടുത്ത് കളയുന്നത്. അപ്പോൾ ഓപ്പറേഷന് തത്തുല്യമായിട്ടുള്ള ചികിത്സാ രീതിയാണ് അവിടെ വരുന്നത്. പക്ഷേ ഓപ്പറേഷൻ്റെ റിസ്ക്കുകൾ കുറവുമാണ്. അങ്ങനെയുള്ള ഇപ്പോൾ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ അത് വന്നു. അതുപോലെ തന്നെ MVRലും മലബാർ ക്യാൻസർ സെൻറ്ററിലും ഒക്കെ നേരത്തെ തന്നെ വരുന്നുണ്ട്, അമൃതയിൽ നേരത്തെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ റേഡിയേഷൻ പരമായിട്ടുള്ള. കീമോതെറാപ്പി എന്ന് പറയുന്നത് അതായത് മരുന്നുകൾ, ഒരു രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിപ്പിച്ച് അർബുദകോശങ്ങളെ തിരഞ്ഞെടുത്ത് നശിപ്പിക്കുന്ന പ്രക്രിയയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ കീമോതെറാപ്പിയിൽ മുമ്പുള്ള കീമോതെറാപ്പി മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ കൂടുതലായിരുന്നു. അതായത് മുടി നഷ്ടപ്പെട്ടു പോവുക, ഛർദി ഉണ്ടാകുക, ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകുക, ശരീരത്തിൽ ഡിസ്കളറേഷൻ ഉണ്ടാകുക, ഇങ്ങനെ സാധാരണ കോശങ്ങളെ കൂടെ നശിപ്പിക്കുന്നത് കാരണം വരുന്ന പാർശ്വഫലങ്ങൾ വളരെ കൂടുതലുള്ളതാണ് പഴയ കീമോതെറാപ്പി മരുന്നുകൾ. അതേസമയത്ത് പുതിയ കീമോതെറാപ്പി മരുന്നുകൾക്ക് ആ പാർശ്വഫലങ്ങൾ താരതമ്യേന കുറവാണ്. അതുപോലെ ടാർജറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന, അതായത് അർബുദ കോശങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് നശിപ്പിക്കുന്ന പാർശ്വഫലങ്ങൾ കുറവായ, അതായത് നോർമൽ കോശങ്ങളെ
നശിപ്പിക്കാത്ത തരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പിയുണ്ട്. പക്ഷേ ഇപ്പോഴും കീമോതെറാപ്പിയുടെ സപ്ലിമെൻ്ററി ആയിട്ട് ടാർഗറ്റഡ് തെറാപ്പി വന്നിട്ടുള്ളൂ. എന്നാലും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുള്ള കീമോതെറാപ്പി, അതുപോലെ പ്രോട്ടീൻ ബൗണ്ട്, ആൽബുമിൻ ബൗണ്ട് കീമോതെറാപ്പിയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ശരിക്കും ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ആ അസുഖമുള്ള ഭാഗത്ത് മാത്രം ആ രാസവസ്തുക്കൾ റിലീസ് ചെയ്യും, ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ എല്ലാ രംഗത്തും, ശസ്ത്രക്രിയാ രംഗത്തും റേഡിയേഷൻ രംഗത്തും കീമോതെറാപ്പിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് വളരെ പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. വെച്ചാൽ അപ്ഡേറ്റഡ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജേർണൽസ് നോക്കുകയും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും നിലവിലുള്ളത്. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും സങ്കീർണതകളെക്കുറിച്ചും നേരത്തെ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിന്ന് ഹലോ ഡോക്ടറിലൂടെ പങ്കുവച്ചത്. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഹലോ ഡോക്ടറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെയും റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ AS അൻസാർ സുഹാദ് സേട്ടാണ്. ഡോക്ടർ താങ്ക് യു. അപ്പോൾ എന്തായാലും ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.